യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. തൃശ്ശൂരിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത എക്സോട്ടിക് വെറൈറ്റി പൈനാപ്പിൾ കളക്ഷൻ കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അതിൽ ബനാന പൈനാപ്പിൾ, മാംഗോ പൈനാപ്പിൾ, വാട്ടർമെലോൺ പൈനാപ്പിൾ, റെഡ് പൈനാപ്പിൾ, സൈഗോൺ പൈനാപ്പിൾ, കൂന്താണി പൈനാപ്പിൾ, മെഡൂസ പൈനാപ്പിൾ, ലാവാ ബേസ്ഡ് പൈനാപ്പിൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഇനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ വീട്ടിലൊരു പൈനാപ്പിൾ വെച്ചാൽ വിഷമില്ലാതെ നമുക്കും പൈനാപ്പിൾ ആസ്വദിക്കാം. ഇനി ആവശ്യത്തിന് സ്ഥലമില്ലാത്തവർക്ക് ചെടിച്ചട്ടിയിൽ വെക്കുന്ന പൈനാപ്പിൾ ഇനങ്ങളും ഇവിടെയുണ്ട്. ഇവിടുത്തെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഫ്രണ്ട്സ്, അഖിൽ എക്സോട്ടിക് നഴ്സറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് പൈനാപ്പിളിനെ പറ്റിയാണ്. പൈനാപ്പിൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു 25 വെറൈറ്റിയോളം ഉണ്ട്. അതിനകത്ത് എക്സോട്ടിക് ആയിട്ടുള്ള വെറൈറ്റികളുടെ പേരുകൾ പറയുകയാണ്. റെഡ് പൈനാപ്പിൾ, ലാവാ ബ്രസ്റ്റ്, വെരിഗേറ്റഡ് പൈനാപ്പിൾ, മാംഗോ പൈനാപ്പിൾ, ആഫ്രിക്കൻ ഷുഗർ ലോപ്പ്. ഓക്കെ, നമുക്കതിപ്പോൾ ഓരോന്നായിട്ട് നോക്കിയിട്ടത് പരിചയപ്പെടാം. ബനാന പൈനാപ്പിൾ, അത് പിന്നെ ബനാന പോലെ കൊലയിട്ടുണ്ടായിട്ട് ചെറിയ പിന്നെ ഇത് പഴം പോലെ നിറച്ചുണ്ടാവും. അതെ അല്ലേ? ബനാന പൈനാപ്പിൾ. ഓക്കെ ഓക്കെ. ഇത് റെഡ് ഹവായിൻ പൈനാപ്പിൾ, വെരിഗേറ്റഡ് ആണ്. അതെ അല്ലേ? കളറും ഒരു റെഡിഷ് വിത്ത് ബ്ലാക്ക് വരും. ഓ, ഇതിൻ്റെ ഫ്രൂട്ട്സ് നല്ല മധുരമുള്ളതായിരിക്കും. ഫ്രൂട്ട്സ് മധുരമുള്ളതാണ്, പിന്നെ ഫാൻസിയാണ്, ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഓക്കെ. ഇത് മെക്സിക്കൻ പൈനാപ്പിളാണ്. ഇത് വലിയ പിന്നെ പഴമാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ മുള്ള് വളരെ കുറവാണ്, മുള്ള് തോൺലെസ് തന്നെ. അതെ അല്ലേ? നല്ല വലുതാകുന്ന നല്ല വലിപ്പമുള്ള പിന്നെ പഴമാണ്. ഓ, മെക്സിക്കൻ അല്ലേ? മെക്സിക്കൻ. ഇത് വാട്ടർമെലൺ ഫിലിപ്പൈൻസ് പൈനാപ്പിളാണ്. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. മാർക്ക റെഡ് വിത്ത് ഗ്രീൻ പൈനാപ്പിളാണ്, വെരിഗേറ്റഡ് ആണ്. അതെ. ഫ്രൂട്ട്സ് നല്ല മധുരമാണ്. അതെ അല്ലേ? സൈഗോൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് നല്ല മധുരമാണ്, നല്ല വലിപ്പം വരുന്നതാണ്. അതല്ലേ? ഓക്കെ. ഇത് റെഡ് പൈനാപ്പിൾ, അതിൻ്റെ ലീഫ് ബ്ലാക്ക് വിത്ത് റെഡ് കളർ വരും. നല്ല പിന്നെ വലിപ്പം വരുന്ന പഴമാണ്. അതല്ലേ? റെഡ് പൈനാപ്പിൾ അല്ലേ? റെഡ് പൈനാപ്പിൾ ഇതാണ് ഈ വെറൈറ്റിയാണ്. ഇത് ലോങ് പൈനാപ്പിൾ എന്ന് പറയും. നല്ല നീളത്തിൽ പോകുന്ന നീളത്തിൽ വരുന്ന പൈനാപ്പിളാണ്. ഇത് എങ്ങനെ മധുരമൊക്കെ ഉള്ള? ഇത് മധുരമുണ്ട്, പിന്നെ കാണാനും ഫാൻസിയാണ്. നീളത്തിൽ അങ്ങനെ പോകൂലേ? നീളത്തിൽ നല്ല പൊക്കത്തിൽ വരും. ഓക്കെ. ഇത് ഹാൻഡ് പുൾഡ് പൈനാപ്പിൾ. കൈകൊണ്ട് നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ കൈകൊണ്ട് ചക്ക കഴിക്കണ പോലെ കഴിക്കും. ഓ, ഹാൻഡ് പുൾഡ് തന്നെ. ഓ, അതാണ് ഇതിന്റെ പ്രത്യേകത. അതെ. തായ്റോയ്ഡ് പൈനാപ്പിൾ. ഇത് എന്താ പ്രത്യേകത? ഇത് നല്ല റെഡ് കളർ വരും, പിന്നെ നല്ല ടേസ്റ്റാണ്. അതല്ലേ? തായ്ലൻഡ് വെറൈറ്റിയാണ്. ഇത് വാട്ടർമെലൺ പൈനാപ്പിൾ. ഓ. പിന്നെ കൂടാതെ ലാവാ ബ്രസ്റ്റ് പൈനാപ്പിൾ, റെഡ് ടൈഗർ, റാറാച്ച പൈനാപ്പിൾ, മെക്സിക്കൻ പൈനാപ്പിൾ, ബനാന പൈനാപ്പിൾ, മാൻപുൾഡ് പൈനാപ്പിൾ, 8 kg പൈനാപ്പിൾ, വാട്ടർമെലൺ പൈനാപ്പിൾ, ന്യൂ MD2, കിങ് ജയന്റ് കിങ്, ബിഗോള, ഫ്രഞ്ച് അനാനസ്, ആഫ്രിക്കൻ ഷുഗർ ലോപ്പ്, സീലാഷ്, ഫിഗം, ഹൈബ്രിഡ് വെരിഗേറ്റഡ്, സൈഗോൺ, ടോങ്കോ ഷുഗർ ലോപ്പ്. ഇരിക്കുന്നതെല്ലാം തായ്റോയ്ഡ് പൈനാപ്പിൾ. ഇതെല്ലാം വലിയതാണല്ലേ? കായക്കാറായതാണ്. ഇതൊക്കെ കൊടുക്കാനുള്ളത് തന്നെ? എല്ലാം കൊടുക്കാനുള്ള. ഇത് മാംഗോ പൈനാപ്പിളാണ്. മാംഗോ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ നല്ല ഒരു മാംഗോന്റെ പോലെ നല്ല റൗണ്ടായിട്ട് നല്ല ഒരു ഓമനത്തുള്ളൊരു പിന്നെ വെറൈറ്റിയാണ്. നല്ല ടേസ്റ്റാണ് മാംഗോ പൈനാപ്പിൾ. അത് കഴിഞ്ഞാൽ വാട്ടർമെലൺ. ഓ, വാട്ടർമെലൺ പൈനാപ്പിൾ അല്ലേ? പിന്നെ അവിടെ ലാവാ ബ്രസ്റ്റിന്റെ വലിയ പ്ലാന്റ് ഉണ്ട്. ഓ, ഇത് ലാവാ ബെസ്റ്റ് അല്ലേ? ഡബിൾ റെഡ് പൈനാപ്പിൾ ആണ്. നല്ല കാണാൻ നല്ല ഭംഗിയാണ്. അതിന്റെ ലീഫും നല്ല റെഡിഷ് കളറാണ്. അതല്ലേ? ഫ്രൂട്ടും റെഡിഷ് ആണ്. ഓ, ഇതൊക്കെ പുതിയ വെറൈറ്റികളാണ്. പുതിയ വെറൈറ്റികളാണ്. ഓ, ഡബിൾ റെഡ് ഒക്കെ അല്ലേ? അതെ. വെരിഗേറ്റഡ് പൈനാപ്പിൾ ആണ്. ഇതിന്റെയും തോൺലെസ്സും ഉണ്ട്, തോണുള്ള. ഇത് തോൺ വെറൈറ്റിയാണ്. നല്ല ഫാൻസിയാണ്, നല്ല ടേസ്റ്റ് ഉള്ള പഴമാണ്. വലിയ ഫ്രൂട്ടും ആയിരിക്കും. വലിയ ഫ്രൂട്ടാണ്. നമുക്കിവിടെ കായ ഉണ്ടായോ? കായ ഉണ്ടായിട്ടില്ല. ഇത് ഇത്തവണ ഉണ്ടാവും. ആയില്ലേ ബൈ? സക്കറുമായി. അല്ലേ? കായാകാറായില്ലേ? ഇത് ഡ്രാഗണിൻ്റെ ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. ഇതിന് പിന്നെ
ക്രീപ്പർ അല്ല, ഇത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ മരം നിൽക്കുന്ന പോലെ നിൽക്കും. ധാരാളം ചെറിയ പഴങ്ങളുണ്ടാവും, പക്ഷെ അതിമധുരമാണ്. ഒരു റോസ് കളറുള്ള ചെടിയാണ്. ഐലൻഡിന്റെ റെയിൻബോ ഷുഗർ കെയിൻ സീറ്റാണ് ഇത്. നമ്മൾ ഓരോ കെയിനായിട്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീപ്രൊഡക്ഷൻ നടത്താവുന്നതാണ്. അതിമധുരമാണ്, കാണാൻ നല്ല ഫാൻസിയാണ്. ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ്, ഫാൻസി പ്ലാന്റ് ആണ്. റെയിൻബോ കരിമ്പ്, റെയിൻബോ സീറ്റ് ഷുഗർ കെയിൻ. ബ്രസീലിയൻ ഗ്രേപ്പ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ജബോട്ടിക്കാവയാണ്. ഇതിനെ മരമുന്തിരി എന്ന് അറിയും. ഇത് ഏത് സമയത്തും ഇതിൻ്റെ ഗ്രേപ്പ് പിന്നെ ഫ്രൂട്ട്സുകൾ ഉണ്ടാകും. കുട്ടികൾക്ക് കയറിയത് പറിച്ച് കഴിക്കാം. വലിയ നിലത്ത് നട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാക്ക് കണക്കിന് കായകളുണ്ടാവും. പിന്നെ ഇത് പിന്നെ നമ്മളെ മുന്തിരിയുടെ അതേ ഗുണങ്ങളുള്ളതാണ്. രക്തം ധാരാളം ഉണ്ടാകും, നല്ല രോഗപ്രതിരോധ ശക്തിയുണ്ട്. ഡയബറ്റിക്കിന് ഏറ്റവും നല്ലൊരു പിന്നെ ഫ്രൂട്ടായിട്ടാണ് പറയുന്നത്. പിന്നെ ക്യാൻസറിന് നല്ലതായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ പിന്നെ പരീക്ഷണമൊക്കെ നടക്കുന്നു. എല്ലാം കൊണ്ടും ഇത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് മരമുന്തിരി. പിന്നെ വീട്ടിലെ ഏത് സമയത്ത് നമുക്ക് ഫ്രൂട്ട് കഴിക്കാം. വിഷരഹിതമായിട്ടുള്ള ഫ്രൂട്ട് നമുക്ക് കഴിക്കണമെങ്കിൽ ഇത് വീടിൻ്റെ വാതിക്കൽ ഒരെണ്ണം വെക്കുക. ഇതിൻ്റെ എത്ര വെറൈറ്റി ഉണ്ടാവും നമുക്ക് ഇവിടെ? ഇത് ഞങ്ങൾക്ക് ഒരു 100 മുകളിൽ വെറൈറ്റി ഉണ്ട്. മരമുന്തിരി തന്നെ. ഇത് ഈ മരമുന്തിരി ഞങ്ങൾ ഇത് 2000 രൂപ 1500 രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത്. പക്ഷേ മൺസൂൺ ഓഫർ പ്രമാണിച്ച് 250 രൂപ കുറച്ചിട്ട് 1250 രൂപ കൊടുക്കുന്നു. പിന്നെ മദർ പ്ലാന്റ് പിന്നെ ഇത് കണ്ടെയ്നറിൽ ഇരിക്കുന്നത് ഈ മൺസൂൺ പ്രമാണിച്ച് വില കുറച്ച് കൊടുക്കുന്നതാണ്. അങ്ങനെ ആവശ്യക്കാർ എത്രയും വേഗം സമീപിക്കുക. ഓഫർ OT ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു പുതിയ തരം ഫ്രൂട്ടാണ്. ഇത് ഒലോസോപ്പിൻ്റെ ഫാമിലിയാണ്. വളരെ ടേസ്റ്റാണ്. ഒരു യെല്ലോയിഷ് കളറിൽ നമ്മുടെ കൊക്കോ പഴം കിടക്കുന്ന പോലെ കിടക്കും. നല്ല മധുരം, നല്ല ടേസ്റ്റ്, വളരെ പുതിയ വെറൈറ്റിയാണ്. ഈ ഒലോസപ്പം എന്ന് പറഞ്ഞാൽ ശർക്കരപ്പഴം എന്ന് ഒലോസോപ്പാണ്. അത് ധാരാളം കായ്ക്കും. നല്ല അത് 2-3 തരമുണ്ട്. ചെറിയ പഴമുണ്ട്, വലിയ പഴമുണ്ട്, മിഡിൽ പഴമുണ്ട്. ഇത് ഞങ്ങളത് വലിയ പഴങ്ങളാണ്. അതാകുമ്പോൾ നമുക്ക് കഴിക്കാൻ മാത്രമുണ്ട്. നീണ്ടൊരു അതിനകത്തൊരു പിന്നെ സീഡുണ്ട്. ആ സീഡ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പഗേഷൻ നടത്താവുന്നതാണ്. നാനോ പിങ്ക് ബനാന എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫാൻസി ആയിട്ടുള്ള പിന്നെ ഇലകളാണ്. അതിൻ്റെ ഇലകൾ പല രീതിയിൽ ബ്ലാക്ക് വിത്ത് പിന്നെ റെഡ് വിത്ത് ഗ്രീൻ, റെഡ് വിത്ത് ബ്ലൂ, പിന്നെ പല കളറിലുണ്ടാവും. അതിൻ്റെ മണ്ണിൻ്റെ ഇത് pH അനുസരിച്ചിട്ട് ഇതിൻ്റെ കളർ മാറും. നല്ല ഫാൻസിയാണ്. പക്ഷേ ഇത് ഇഡിബിളല്ല. ധാരാളം ഇതിന്റെ ബ്രാഞ്ചസ് ഉണ്ടാവും. ബ്രാഞ്ചസ് അല്ല, സക്കേഴ്സ് ഉണ്ടാവും. അത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല. ഫാൻസിയാണ്. ജാപ്പനീസ് മോങ്കി ബനാന എന്ന് പറയും. വളരെ ടേസ്റ്റാണിത്. നല്ല ഏത്തപ്പഴം പോലെ ഇരിക്കും. ഒരു പിന്നെ റെഡിഷ് യെല്ലോ കളറാണ്. ഇതൊക്കെ വാഴകളിൽ വരുന്ന പുതിയ വെറൈറ്റികളാണ്. ജാപ്പനീസ് ആണല്ലേ? ജാപ്പനീസാണ്. 60-ൽ പരം ജാക്കുകളുടെ ശേഖരമുണ്ട്. അതിനകത്ത് പുതിയ വെറൈറ്റികൾ ഏതാനും സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് വെറൈറ്റികൾ മാത്രമേ പരിചയപ്പെടുത്താം. ഇത് ലാൽ ബാഗ് മധുര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല അതിമധുരം. ഇത് വരിക്കച്ചക്കയാണ്. ഇത് പെറ്റ് ഡാം റോങ് ജാക്ക് എന്ന് പറഞ്ഞ ഒരു പിന്നെ വെറൈറ്റിയാണ്. നല്ല G11 സാമ്യമുള്ളൊരു പ്ലാന്റാണ്. മധുരം, നല്ല ടേസ്റ്റ്. ഓൾ സീസൺ ജാക്ക്, ഇന്തോനേഷ്യൻ്റെ ഓൾ സീസൺ എപ്പോഴും കായ്ക്കുന്ന വിയറ്റ്നാം ജാക്ക് പോലത്തെ ഒരു വെറൈറ്റിയാണ്. എപ്പോഴും കായ്ക്കുന്ന ഓൾ സീസൺ ജാക്കാണ്. ഓറഞ്ച് എയർലി ജാക്ക്, ഇതും നല്ല വെറൈറ്റിയാണ്. കംബോഡിയൻ്റെ എയർലി ജാക്ക്. ഷുഗർ ജാക്ക്, അതിമധുരം ഉള്ള ഒരു തരം ജാക്കാണ്. പുതിയ വെറൈറ്റിയാണ്. അതിമധുരം. കളറ് പിന്നെ യെല്ലോയിഷ് കളർ, പെയിലല്ലോ. പൈനാപ്പിളിൻ്റെ ടേസ്റ്റുള്ള പൈനാപ്പിൾ ജാക്ക്, ഇതും പുതിയ ജാക്കാണ്. നല്ല ടേസ്റ്റാണ്. നല്ല പിന്നെ കാണാൻ തന്നെ നല്ല രസമാണ്. പൈനാപ്പിൾ. ഇത് ലെമൺ ജാക്ക് എന്ന് പറയും. വളരെ പിന്നെ ലെമണിൻ്റെ ടേസ്റ്റുള്ള പിന്നെ ജാക്കാണ്. നല്ല മധുരം, യെല്ലോയിഷ് കളറാണ്. നല്ല പിന്നെ ടേസ്റ്റാണ് ഇതിന്. ഇത് വട സിംഗപ്പൂർ ജയൻറ്റ് ജാക്കാണ്. ഇത് നല്ല മധുരമുള്ള വരിക്കച്ചക്കയാണ്. സിംഗപ്പൂർ ജാക്കാണ്. ഒരു 25-40 കിലോ വെയിറ്റ് വരും. അതല്ലേ? സിംഗപ്പൂർ വെറൈറ്റി നല്ല ടേസ്റ്റാണ്. അതിമധുരം. അതിനകത്ത് ശങ്കര, പ്രകാശ് ചന്ദ്ര, സിദ്ധു, മെക്സിക്കൻ റെഡ് ജാക്ക്, വരശ്രീ റെഡ്, ഹിരണ്യ റെഡ്, ബൗണ്ടൽ റെഡ് ഓൾ സീസൺ, ശ്രീ, റെഡ് രുദ്രാക്ഷി, സമ്പൂർണ്ണ, പെനാറി,
വെനാറി റെഡ്, തൈവാൻ സൂപ്പർ റെഡ്, G11, വിഹാ സിംഗപ്പൂർ, വട സിംഗപ്പൂർ, തായ്ലൻഡ് കോട്ടൺ വൈറ്റ് ജാക്ക്, നെയ്യാർ ഹണി ജാക്ക്, പാച്ചിപ്പറൈ ഹണി ജാക്ക്, പഞ്ചമുഖി ഹണി ജാക്ക്, സിംഗപ്പൂർ ജയൻറ്റ് ജാക്ക്, അതിശയ ജാക്ക്, വിസ്മയ ജാക്ക്, കണ്ണങ്കോടൻ ജാക്ക്, മല്ലേശ്വരൻ ജാക്ക്, പൈനാപ്പിൾ ജാക്ക്, ലെമൺ ജാക്ക്, തായ് സൂപ്പർ ജാക്ക്, ദുരിയൻ ജാക്ക്, ഇന്തോനേഷ്യൻ ഓൾ സീസൺ, ലോട്ടസ് മിനി ജാക്ക്, ട്യൂബ് ഗ്രീ ജാക്ക്, ലാൽബാഗ് മധുര, ബ്ലാക്ക് ജാക്ക്, അങ്ങനെ 55 വെറൈറ്റി ഉണ്ട്. പിന്നെ സാധാരണ വെറൈറ്റി ആയിട്ടുള്ള J33, ഗംലസ്, EVR ജാക്ക്, ഡയമണ്ട് കിങ്, ഡൻസൂര്യ, ചെമ്പരത്തി വരിക്ക, സിന്ദൂർ ജാക്ക്, കംബോഡിയൻ ജാക്ക്, കൊട്ടാരം വരിക്ക, മംഗള എർലി ജാക്ക്, മീറ്റർ വരിക്ക, മുട്ടം വരിക്ക, പെറക് ചമ്പടക്, സീഡ്ലെസ് ജാക്ക്, വിയറ്റ്നാം എർലി പിങ്ക് ജാക്ക്, വിയറ്റ്നാം എർലി റെഡ് ജാക്ക്, ഓൾ സീസൺ പിങ്ക്, ഇതെല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഒരു 55 വെറൈറ്റിയോളം. മാംഗോ ഞങ്ങൾക്ക് ഏകദേശം 150 വെറൈറ്റിയോളം ഉണ്ട്. അതിനകത്ത് കാലിമണ്ടൻ 51 മാംഗോ, എൽഡൻ മാംഗോ, ക്രിപ്സൺ റെഡ്, ചാമ്പോ റെഡ്, യൂമീൻ 6, റെഡ് പേൾ മാംഗോ, വലാൻസിയ പ്രൈഡ്, മിഡൻ മാംഗോ, ഗ്ലീൻ മാംഗോ, സൺസെറ്റ് മാംഗോ, സിപ്പോൺ മാംഗോ, ഓസ്റ്റിൻ മാംഗോ, നൂർജഹാൻ, അമ്മിണി, കുറ്റ്യാറ്റൂർ, ചെറുകുസ്മ, വെള്ളരി, അർക്കാക്കിരൺ, കച്ചാമീട്ട, 3 ടേസ്റ്റ്, ജിഷി, ഖറാബോ, ഇൻ്റർനാഷണൽ മാംഗോ, സെൻസേഷൻ മാംഗോ, ഓക്രോങ് മാംഗോ, പുഷ് പ്രതിഭ മാംഗോ, സ്വീറ്റ് ഹണി മാംഗോ, റെഡ് ഐവറി, മല്ലിക, മാൻഗുറാദ്, ഹിമപ്രസൻറ്റ്, റോയൽ മാംഗോ, അർപ്പൂസ്, ലെമൺ സീസ്റ്റ് മാംഗോ, റെഡ് ഓൾ സീസൺ മാംഗോ, മഹാചനക്, മഹാതീർ മാംഗോ, മൾഗോവ, മല്ലിക, മാംഗോറാങ്, മിയാസാക്കി, മൂവാണ്ടൻ, മുണ്ടപ്പ, നാംഡോക് പർപ്പിൾ, നാംഡോക് മായി, നീലൻ, പയറി, പജാങ്, പെർസിമൺ മാംഗോ, പ്രിയോർ മാംഗോ, R2E2, റാഡ് മാംഗോ, റെഡ് ഐവറി, റെഡ് മാംഗോ, റെഡ് പൾമർ, സിന്ദരി മാംഗോ, തായ്ലൻഡ് റെഡ്, തോത്താപൂരി, ടോണി ആട്കിൻ, വിയറ്റ്നാം ഗോൾഡ്, വിയറ്റ്നാം മാംഗോ, സീസ് മാംഗോ, ഓസ്റ്റിൻ മാംഗോ, നൂർജഹാൻ, ഉസ, കൗമീൻ, കോക്കനട്ട് മാംഗോ, ക്രീപ്പർ മാംഗോ, എഗ് ഓഫ് സൺ, എലിഫൻ്റ് ഹെഡ് മാംഗോ, ഗോലക്, ഗുഫി, ഹൈസൻഡഡ് മാംഗോ, കാലാപ്പാടി, കർപ്പൂര, കസ്തൂരി, കാറ്റിമൺ, കെന്നിങ്സ്റ്റൺ, കേസർ, കിങ് ഓഫ് ചിയാങ് മൈ, ക്യോ ഹായ് മാംഗോ, കൊച്ചടങ്, കോശേരി, കോട്ടൂർ കോണം, ഓൾ സീസൺ മാംഗോ, അൽഫോൻസ, അംബിക, ആപ്പിൾ മാംഗോ, അരോമ, അരുണിക, ബദാം മാംഗോ, ബനാന മാംഗോ റെഡ്, ബനാന മാംഗോ യെല്ലോ, ബാരി 4, ബാരി 11, ബ്യൂട്ടി പ്രിൻസ്, ബ്യൂട്ടി ക്യൂൻ, ബ്രൂണൈ കിങ്, ചക്കരക്കുട്ടി, ചന്ദ്രക്കാരൻ മാംഗോ, ചിയാങ് ഡിയാങ്, ചിയാങ് മാംഗോ, ചില്ലി മാംഗോ, ചിത്ര വെരിഗേറ്റഡ് മാംഗോ. പേര് ഇതിൽ ഉൾപ്പെടുത്താത്ത ഒരു 50 വെറൈറ്റി ഉണ്ട്. ഏകദേശം മോർ ദാൻ 150 വെറൈറ്റീസ് ഞങ്ങൾക്കിപ്പോൾ സ്റ്റോക്കായിട്ടുണ്ട്. ഓക്കെ ചേട്ടാ, ഇത്ര തിരക്കേറിയ സമയത്ത് നമുക്ക് ഒരുപാട് വിവരങ്ങൾ എല്ലാ ചെടികളെക്കുറിച്ചും, അതായത് പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിൾ, മാങ്ങ, അതുപോലെ തന്നെ പ്ലാവ്, എല്ലാ വെറൈറ്റികളെയും പരിചയപ്പെടുത്തി തന്നതിന് ഒരുപാട് നന്ദി. ഈ അഖിൽ എക്സോട്ടിക്ക നഴ്സറിക്ക് യാത്രാ ചാനലിൻ്റെ എല്ലാ ഭാഗങ്ങളും നേരുന്നു ചേട്ടാ. സാറ് ഇവിടെ വന്ന് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഒപ്പിയെടുത്തതിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരെയും അത് നല്ലപോലെ കാണിക്കുക, അവരെ ക്ഷണിക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കൂടാതെ നല്ല നല്ല പുതിയ പുതിയ വെറൈറ്റികൾ ഓണത്തിന് മുമ്പായിട്ട് വരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ മറക്കരുത്. കൂടാതെ ഇത് ഓഫറായിട്ട് ഒന്നുകൂടി പറയുന്നു, ജബോട്ടിക്കാബക്ക് 1500 രൂപയുടെ ജബോട്ടിക്കാബ് 1250 രൂപയ്ക്ക് കൊടുക്കുന്നതാണ്. മൺസൂൺ ഓഫറായിട്ടും ഓണം സ്പെഷ്യലുമായിട്ട് ഒന്നാം ഓണം വരെ ഇത് ഞങ്ങളുടെ ഫ്രീ നിലവിൽ ഉണ്ടായിരിക്കും. താങ്ക് യു. പ്രത്യേകം താങ്ക്സ്.